Hi, welcome to my channel. My name is Jijin Prasad. Okay, നമുക്കിന്ന് നമ്മുടെ പഴയ ഫോട്ടോസ് എല്ലാം എങ്ങനെ ബാക്കപ്പ് ചെയ്യാം എന്നൊന്ന് എങ്ങനെ നോക്കാം. കാരണം നമ്മുടെ കയ്യിൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ടാവും. അതായത് നിങ്ങളുടെ ലൈഫ് ടൈമിലേക്ക് നിങ്ങൾക്ക് എല്ലാ ഫോട്ടോസും ഫ്രീ ആയിട്ട് സ്റ്റോർ ചെയ്യാം. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഫോട്ടോസ് എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകുക. അതായത് ഫോൺ നഷ്ടപ്പെട്ടിട്ടോ മെമ്മറി കാർഡ് ഇറവായിട്ടോ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ആയി പോകും ഫോണിൽ നിന്ന്. ഇങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും നേരിടുന്നതാണ്. അപ്പോൾ ചെറിയൊരു പോംവഴിയുണ്ട് ഇതിന്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് നമ്മുടെ ഫോണിൽ വേണ്ടത് ഒരു ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഇത് ഫ്രീ ആണ്. ഈ ആപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ഡിവൈസുകളിൽ ഈ ആപ്പ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. അതെല്ലാം നിങ്ങളിപ്പോൾ ഓപ്പോൻ്റെയോ വിവോൻ്റെയോ മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ആപ്പ് അഡീഷണൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഫ്രീ ആപ്പാണ്. ഇതിനകത്തോട്ട് ക്ലൗഡിലോട്ടാണ് നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ക്ലൗഡിലോട്ട് ബാക്കപ്പ് ചെയ്താൽ നമുക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൊബൈൽ ഫോണിലേക്ക് കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഗൂഗിൾ ഫോട്ടോസിൻ്റെ ആപ്പ്. അപ്പം ഞാനിതിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഓപ്പണായി വരും. ഇത് കുറച്ച് സ്ലോ ആയിരിക്കും. ഈ സ്ലോ ആയതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ഐക്കൺസും കാര്യങ്ങളുണ്ട്. ഈ 4 ഐക്കൺസാണ്. എന്തെല്ലാം എന്ന് പറഞ്ഞു തരാൻ. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ബാക്കപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെനു എടുക്കുക. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മെനു കിട്ടും. ഇതാണ് എൻ്റെ മെനു. അപ്പോൾ ഇതിൽ നിങ്ങൾ സെറ്റിങ്സ് പ്രസ് ചെയ്യുക. സെറ്റിങ്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിലോട്ട് വരും. ഇതിൽ ബാക്കപ്പ് ആൻഡ് സിങ്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ബാക്കപ്പ് ഇവിടെ ഓഫായിരിക്കും. ഇത് നിങ്ങൾ ഓൺ ആയി കഴിയുമ്പോൾ ഇത്രയും ഫങ്ഷൻസ് അഡീഷണൽ വരും. ഇതിൻ്റെ അടിയിൽ ഒരു 3 അഡീഷണൽ ഫങ്ഷൻസും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കപ്പിൻ്റെ ക്വാളിറ്റിയാണ് ചോദിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് 3 ക്വാളിറ്റിയിലുള്ള ബാക്കപ്പ് മോഡ്സ് കാണാൻ പറ്റും. ഇതിൽ ഈ എക്സ്പ്രസും ഹൈ ക്വാളിറ്റിയും എന്നുള്ളത് ഫ്രീ ആണ്, അൺലിമിറ്റഡ് സ്റ്റോറേജ് ആണ്. അപ്പോൾ ഈ എക്സ്പ്രസിൻ്റെ ഉള്ളിൽ 3 മെഗാ പിക്സൽ വരെയുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് അപ്ലോഡ് ആവും. അതായത് നിങ്ങളുടെ മൊബൈൽ ഫോൺ 3 മെഗാ പിക്സലിന് മുകളിലാണെങ്കിലും ഈ ആപ്പ് ഓട്ടോമാറ്റിക്കലി അതിന് കംപ്രസ് ചെയ്ത് അതിന് 3 മെഗാ പിക്സലിലോട്ട് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ അടിയിൽ ഹൈ ക്വാളിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇത് 16 മെഗാ പിക്സൽ വരെ സപ്പോർട്ട് ചെയ്യും. ഇതും അതേപോലെ തന്നെ 16 മെഗാ പിക്സലിന് മുകളിലാണെങ്കിൽ നിങ്ങളുടെ ക്യാമറ ക്വാളിറ്റി എങ്കിൽ അവരതിന് ഓട്ടോമാറ്റിക്കലി കംപ്രസ് ചെയ്യും. ഒറിജിനൽ ക്വാളിറ്റി, അതായത് നിങ്ങളുടെ മൊബൈൽ ഫോൺ എത്ര മെഗാ പിക്സലിൻ്റെ ക്യാമറ ആയാലും അതിലെടുക്കുന്ന അതേ കോപ്പിയെ തന്നെ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനൊരു പ്രശ്നമെന്ന് വെച്ചാൽ 15 GB മാത്രമേ ഇത് ഉള്ളൂ. ഇത് അൺലിമിറ്റഡ് അല്ല. 15 GB മുകളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ബാക്കപ്പിൻ്റെ ഫങ്ഷൻസ്. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ ഡാറ്റ യൂസേജ് ഉണ്ട്, സെൽ ഡാറ്റ യൂസേജ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോർമലി ഇത് നോ ഡാറ്റ എന്ന ഫംഗ്ഷനിലായിരിക്കും കിടക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻ്റർനെറ്റ് പ്ലാൻ, ഇപ്പോൾ നമുക്കെല്ലാം ജിയോൻ്റെ ഒക്കെ ഉള്ളതുകൊണ്ട് അൺലിമിറ്റഡ് ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മാറ്റി അൺലിമിറ്റഡ് ആക്കാം, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഫംഗ്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ ഫോട്ടോസിൽ അപ്ലോഡ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വൈഫൈയിൽ മാത്രമേ അപ്ഡേഷൻ നടക്കൂ. പിന്നെ ഇവിടെ ബാക്കപ്പ് ഡിവൈസ് ഫോൾഡേഴ്സ് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഫോട്ടോസുള്ള എല്ലാ ഫോൾഡേഴ്സും കാണിച്ചു തരും. അപ്പോൾ ഇതിൽ ഏത് ഫോൾഡറാണ് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ചെയ്യേണ്ടത് ആ ഫോൾഡർ നെയിം ഇവിടെ വന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഈ ഫോൾഡറിലുള്ള ഫോട്ടോസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഗൂഗിൾ ഫോട്ടോസിൻ്റെ ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഐഫോൺ യൂസേഴ്സിന് ഐഫോണിൻ്റെ ഉള്ളിൽ ഫോട്ടോസ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. അപ്പോൾ ആ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഐഫോണിൽ മാക്സിമം 5 GB മാത്രമേ ആപ്പിൾ കൊടുക്കുന്നുള്ളൂ. 5 GB ശേഷം നിങ്ങൾക്ക് എത്ര ഫയൽ സൈസ് ആവശ്യമുണ്ട് അതിന് നിങ്ങൾ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യണം. ഐക്ലൗഡ് ഫോട്ടോ ബാക്കപ്പും ഗൂഗിൾ ഫോട്ടോ ബാക്കപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മൊബൈൽ ഫോണിൽ ലൈവ് ഫോട്ടോസ് എടുക്കാൻ കഴിയും. അതായത് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ പോലെ പ്ലേ ആവുന്ന ഫോട്ടോസ്, അത് ലൈവ് ഫോട്ടോസ്. അങ്ങനത്തെ ഫോട്ടോസ് നമുക്കിപ്പോൾ ഒരുവിധം പുതിയതായി വരുന്ന എല്ലാ മൊബൈൽ ഫോണിലും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ലൈവ് ഫോട്ടോസ് ഗൂഗിൾ ഫോട്ടോസ് സപ്പോർട്ട് ചെയ്യില്ല. അതായത് നിങ്ങളൊരു ലൈവ് ഫോട്ടോ ഗൂഗിൾ ഫോട്ടോസിലൂടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഗൂഗിൾ ഫോട്ടോസിൽ ചെന്നിട്ട് എടുക്കുന്ന ഫോട്ടോസിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് ഫോട്ടോ അല്ലാതായി പോകും. അത് മാറി നോർമൽ ഫോട്ടോയിലോട്ട് മാറും. അപ്പോൾ പക്ഷേ ആപ്പിൾ ഐക്ലൗഡ് ബാക്കപ്പിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും
നിങ്ങൾക്ക് അതിൽ നിന്ന് ലൈവ് ഫോട്ടോ തന്നെ പ്ലേ ബാക്ക് കിട്ടും. അതായത് ലൈവ് ഫോട്ടോസ് സപ്പോർട്ട് ചെയ്യും. അതാണ് ഐക്ലൗഡ് ഫോട്ടോസ്. പിന്നെ ഐക്ലൗഡ് ഫോട്ടോസിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോ ഫുട്ടേജസ് നിങ്ങൾക്ക് ഐക്ലൗഡിലോട്ട് ബാക്കപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഗൂഗിളിൽ റോ ഫുട്ടേജസ് ബാക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഐക്ലൗഡ് ബാക്കപ്പും ഗൂഗിൾ ഫോട്ടോസിൻ്റെ ബാക്കപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ കണ്ടത്. അപ്പോൾ മറ്റെന്തെങ്കിലും ഒരു ടിപ്പുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.